ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറ്റവും അഭിനന്ദനായ ഗീവർഗീസ് മാർ തെയോഫിലോസ് തിരുമേനി, അഭിനന്ദനായ വൈദിക ശ്രേഷ്ഠരെ, ഈ പുണ്യപ്പെട്ട പെരുന്നാളിൽ പങ്കെടുക്കുന്ന ദൈവജനമേ, മലങ്കര സഭയെ വിസ്മയിപ്പിച്ച ഒരു ജീവിത സൗന്ദര്യത്തെ പറ്റിയുള്ള ഓർമ്മയുടെ നല്ല നിമിഷങ്ങളിലാണ് നാം ഇവിടെ നിൽക്കുന്നത്. ചില ജീവിതങ്ങൾ, ജീവിച്ചു തീർത്ത ജീവിതം നമ്മെ വല്ലാതെ വിസ്മയിപ്പിക്കാറുണ്ട്. ചിലർ സഞ്ചരിച്ച വഴികൾ ഇനിയും എത്തപ്പെടാതെ നിലകൊള്ളാറുണ്ട്. ചിലരോതിയ വചനത്തിന്റെ കാതൽ ഇന്നും നമ്മെ പിടിച്ച് കുലുക്കാറുണ്ട്. ചിലരുടെ കരുണയുടെയും കരുതലിന്റെയും ഭാവങ്ങൾ മനസ്സിൽ ഉടയാതെ നിൽക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു ചിത്രം മലങ്കര സഭയുടെ മനസ്സിൽ കോറിയിട്ട 6 അടി നീളത്തിന്റെ ഹുങ്കാരമോ 8 അടി വീതിയുടെ അഭിമാനമോ ഹുത്തോമ ഗീതത്തിന്റെ സൗന്ദര്യമോ അംശവസ്ത്രങ്ങളുടെ തിളക്കമോ ഇല്ലാതെ ജീവിച്ച ഹരിതാപ ശോഭയുള്ള ഒരു മേൽപ്പട്ടക്കാരന്റെ ഓർമ്മ പരിശുദ്ധ സഭയുടെ കൊച്ചി, കൊല്ലം ഭദ്രാസനങ്ങൾക്ക് സുധീരമായ നേതൃത്വം നൽകിയ സക്കറിയാസ് മാർ അന്തോണിയോസ് മെത്രാപ്പൊലിത്ത തിരുമേനി. ആ ജീവിതത്തിൽ ഞാൻ കാണുന്നത് ഒരു ഹരിതാപ വർണ്ണമാണ്. അതല്പം സാഹിത്യ ഭാഷയിൽ ഞാൻ ഉപയോഗിച്ചു എങ്കിലും തിരുമേനിയുടെ പച്ചമലയാളത്തോട് ചേർത്ത് നിന്ന് അതിനെ വിവക്ഷിക്കുവാൻ ശ്രമിച്ചാൽ ഒരു പച്ചയായ മനുഷ്യന്റെ ഓർമ്മ, ജീവിതവും കർമ്മകാണ്ഡവും. അത് നമ്മെ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ഈ കാലത്ത് ഇങ്ങനെ ഒരാൾക്ക് ജീവിക്കുവാൻ കഴിയുമോ എന്ന് പലപ്പോഴും ചോദിച്ച് ഇത്തരം ജീവിതങ്ങളെ നമ്മൾ അവഗണിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കാലത്തിന്റെ നിർവചനങ്ങൾ ഏറെ വ്യത്യസ്തമാണ്. പതിവ് ശൈലിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് വേറിട്ട് നിന്നാൽ അവനെ അബ്നോർമൽ എന്ന് വിളിക്കുവാൻ ഉത്സാഹിക്കുന്ന ഒരു കാലമാണിത്. പരിശുദ്ധ സഭയെ തെരുക്കോണുകളിൽ ചവിട്ടിമതിക്കുവാൻ വിട്ടുകൊടുത്തിട്ട് അത് സഭാസ്നേഹമാണെന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ലോകമാണിത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് നിർവചനങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധനായ പുണ്യശ്ലോകനായ അന്തോണിയോസ് തിരുമേനി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ജീവിത ദർശനങ്ങൾ അതെന്താവും? എൻ്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു വായനയുണ്ട്. ആ വായന എങ്ങനെയാണ്? ഒരാൾ ഗുരുവാകുന്നത്, ഒരാൾ പിതാവാകുന്നത് അറിവ് കൊണ്ടല്ല, ജീവിതം കൊണ്ടാണ്. അറിവുകൾ എല്ലാ ഗുരുക്കന്മാരിലും നിറയണമെന്ന് ഇല്ല. നന്മയും ആർദ്രതയും സുതാര്യതയുമുള്ള ആർക്കും ഗുരുവാകാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഗുരുക്കന്മാരായി കടന്നു വന്നവർ എത്ര പേർ? അവരെ തിരിച്ചറിയാതെ പോയത് നമ്മുടെ വീഴ്ചയല്ലേ? മുമ്പിൽ നിൽക്കുന്ന ഗുരുവിനെ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇരുളുണ്ടെന്ന ബോധ്യവും അതിനെ ഇല്ലാതെയാക്കാനുള്ള വാഞ്ചയും ഉണ്ടാവണം. നമ്മുടെ ഉള്ളിൽ ഇരുളുണ്ട് എന്ന ബോധ്യവും അതിനെ ഇല്ലാതാക്കാനുള്ള ഒരു വാഞ്ചയും ഉണ്ടാവണം. അന്തോണിയോസ് എന്ന വലിയ സന്യാസി പിതാവിന്റെ നാമധേയം മലങ്കര സഭയുടെ ചരിത്രത്തിന്റെ വർത്തമാനകാല ജീവിത പരിസരങ്ങളിൽ യാഥാർത്ഥ്യമാക്കിയ മലങ്കരയുടെ സ്വന്തം സക്കറിയാസ് മാർ അന്തോണിയോസ് തിരുമേനി. ആ തിരുമേനിയെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എത്തുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ നീതിമാനായ നോഹയെ പറ്റിയുള്ള ആ വലിയ സാക്ഷ്യമാണ്.
നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനും ആയിരുന്നു. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനും ആയിരുന്നു. നോഹ വാസ് എ റൈറ്റിയസ് മാൻ, ബ്ലെയിംലെസ് ഇൻ ഹിസ് ജനറേഷൻ എന്ന നീതിമാനായ നോഹയുടെ സാക്ഷ്യം. നമുക്ക് കലർപ്പില്ലാതെ ഈ അനുഗ്രഹീത ജീവിതത്തെ പറ്റി ഇങ്ങനെ തന്നെ പറയാം. മലങ്കര സഭയുടെ ചരിത്രത്തിൽ മാർ അന്തോണിയോസ് നീതിമാനും 21-ാം നൂറ്റാണ്ടിന്റെ സഭാ ചരിത്രത്തിന്റെ നിഷ്കളങ്ക തേജസ്സുമായിരുന്നു സക്രിയ മാർ അന്തോണിയോസ് തിരുമേനി. അതിന് പ്രത്യേകം വാക്കുകളുടെ ആവിഷ്കാരമൊന്നും വേണ്ട, അത് ശരിയായ നേർസാക്ഷ്യമാണ്. എന്തായിരുന്നു ആ ജീവിതത്തിന്റെ പ്രത്യേകതകൾ? ഒന്നാമതായി, തിരുമേനി തുറന്നിട്ട ഒരു അജപാലനത്തിന്റെ ആവാസ വ്യവസ്ഥയുണ്ട്. അദ്ദേഹം മലങ്കര സഭയ്ക്ക് തുറന്നിട്ട, അല്ലെങ്കിൽ എല്ലാ അജപാലനും പാലകനും പിന്തുടരേണ്ട, എന്നാൽ സൗകര്യപൂർവ്വം പലരും മാറ്റിവെച്ചിരിക്കുന്ന, സൗകര്യപൂർവ്വം പലരും മറന്നിരിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. ആ ആവാസ വ്യവസ്ഥയെ വരും തലമുറയിൽ ജീവിച്ചു കാണിച്ച അധികം പേരൊന്നുമില്ല. അതിലുള്ളതിൽ അഗ്രഗണ്യനാണ് ആര്? സക്രിയാസ് മാർ അന്തോണിയോസ് തിരുമേനി. ഈ മത്സ്യം ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാറുണ്ട്. പക്ഷെ മത്സ്യത്തെ പിടിച്ച് കരക്കിട്ടാൽ അത് ചത്തുപോകും. കാരണം നമ്മളിൽ പലരും നമ്മുടെ മാത്രം ശരികളിലും ശരികേടുകളിലും ധാരണകളിലും തെറ്റിദ്ധാരണകളിലും ജീവിക്കുന്നവരാണ്. നമ്മുടെ വർത്തമാനകാല സഭാജീവിതം വളരെ പ്രക്ഷുബ്ധമാണ്. ഞാനീ പറഞ്ഞതാണ് അതിൻ്റെ കാര്യം. ശരിയും ശരികേടുകളും, ധാരണകളും തെറ്റിദ്ധാരണകളും. എന്താണ് ഒരു ശരിയെ നിർമ്മിക്കുന്നത്? എന്താണ് ഒരു ധാരണയെ നിർമ്മിക്കുന്നത്? പ്രധാനപ്പെട്ട വിഷയം. ഒരു ശരിയെ നിർമ്മിക്കുന്നത് അവന്റെ പ്രാർത്ഥനയുടെ ബലമാണ്. ഒരു ധാരണയെ നിർമ്മിക്കുന്നത് അവനിൽ നിറയുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. പക്ഷെ ഇവിടിപ്പോ ധാരണകൾ അഭ്യൂഹങ്ങളുടെ പിൻബലത്തിലാണ് ഉണ്ടാവുക. തെറ്റിദ്ധാരണകൾ സത്യമെന്ന പേരിൽ അവതരിപ്പിക്കുക. എന്നിട്ട് എല്ലാവരും പറയുന്നു ഞങ്ങളുടെ കയ്യിൽ രേഖയുണ്ട് എന്ന്. പണ്ട് സിനിമ ഡയലോഗിനെ അനുസ്മരിക്കുന്നവന്. പക്ഷെ രേഖകൾ ഹാജരാക്കേണ്ട ഇടങ്ങളുണ്ട്. നീതിപീഠങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ രേഖകൾക്ക് പ്രാധാന്യമുണ്ട്. അവിടെയൊന്നും ഉണ്ടെന്ന് പറയുന്ന ഒന്നും രേഖകളായി കൊടുക്കുവാൻ കഴിയാത്തപ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധാരണകൾ, നമ്മുടെ തെറ്റിദ്ധാരണകൾ, അതൊക്കെ തീർച്ചയായും വിലയിരുത്തേണ്ട ഒരു കാലമാണ്. അന്തോണിയോസ് തിരുമേനി അജപാലനത്തിന് തുറന്നിട്ട ആവാസ വ്യവസ്ഥയിൽ ഒരു പ്രാർത്ഥന യോഗത്തിൽ പൂർണ്ണസമയം പങ്കെടുക്കുന്ന മെത്രാപ്പോലിത്ത, സത്യം പറഞ്ഞ ഇപ്പോഴത്തെ നിർവചനത്തിൽ അത് അബ്നോർമലാ. ബാലസമാജത്തിന്റെയും യുവജന പ്രസ്ഥാനത്തിന്റെയും ഒക്കെ ഡിസ്ട്രിക്ട് സമ്മേളനങ്ങളിൽ പൂർണ്ണമായി പോയിരിക്കുക. തന്റെ ഭദ്രാസനത്തിന്റെ വെളിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കഴിവുള്ളിടത്തോളം പോകാതിരിക്കുക. അല്ലെങ്കിൽ സ്ത്രീ സമാജത്തിന്റെ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ട് എന്ന പേരിൽ തന്നെ ക്ഷണിച്ച കൗദാശയ കർമ്മങ്ങൾ വേണ്ട എന്ന് വെക്കുക. ഇതൊക്കെ നമുക്ക് അബ്നോർമലായിട്ട് മാത്രമാണ് ഇപ്പം വിശദീകരിക്കാൻ കഴിയുക. പക്ഷെ തനിക്ക് സുന്ത്രോണിസ നൽകിയ, താൻ ഓക്സിയോസ് വിളിച്ച് അവരോധിക്കപ്പെട്ട ഒരു ഭദ്രാസനത്തിന്റെ അജപാലന ശുശ്രൂഷ നിർണായകമാണ്. അതിന് ഓൾട്ടർനേറ്റീവ്സ് ഇല്ല, അതിന് ബദലുകളില്ല. അത് താൻ തന്നെ നിർവഹിക്കേണ്ടതാണ്. തനിക്ക് അവിടെ പകരക്കാരനില്ല. തനിക്കൊരു പകരം സംവിധാനത്തെ ആവിഷ്കരിക്കുവാനും കഴിയില്ല എന്ന് ചിന്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്ത
ആ അന്തോണിയോസ് തിരുമേനിയുടെ അജപാലനത്തിന്റെ ആവാസ വ്യവസ്ഥയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത് എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ്. എനിക്ക് പലപ്പോഴും ആ ജീവിതത്തെ ഒരു ചെറിയ പ്രസംഗം തൊട്ട് വലിയ പ്രസംഗം വരെ ആദ്യോട് അവസാനം ഇരുന്ന് കേൾക്കുന്ന ഒരു പിതാവ് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. അത് വലിയ കരുത്താണ്, വരുന്നവർക്കും ഇരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും വലിയ കരുത്താണ്. രണ്ടാമതായി ആ ജീവിതത്തിൽ ഞാൻ കണ്ടത് ചേർത്തുപിടിക്കലിന്റെ ഒരു അന്തസ് ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ ഒരു നോർമൽ ചിന്താഗതി കൈ പൊള്ളുമെന്ന് തോന്നിയ അന്നേരം വിട്ടേക്കുക. എവിടെങ്കിലും കൈ പൊള്ളുമെന്ന് തോന്നിയാൽ അന്നേരമേ വിട്ടേക്കുക. അതാണ് ഇന്നത്തെ നോർമൽ പ്രൊസീജിയർ. പക്ഷെ അന്തോണിയോസ് തിരുമേനി അങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിക്കുന്നില്ല. എനിക്ക് നിരവധി സന്ദർഭങ്ങൾ പറയാനുണ്ട്. ആ സന്ദർഭങ്ങൾ രക്ഷിച്ച പലരും ഇവിടെയും മദ്ബഹായിലും ഒക്കെ ഉണ്ട്. ഞാൻ അതൊന്നും ഞാനിപ്പോൾ ഇവിടെ അനുസ്മരണ വിഷയമാക്കുന്നില്ല. പക്ഷേ അതിനുവേണ്ടി തിരുമേനി നടത്തിയ കലഹങ്ങളെ പറ്റി, തിരുമേനി എടുത്ത നിലപാടുകളെ പറ്റി എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പലതിനും മധ്യസ്ഥം വഹിച്ച ഒരാളൂടെയാണ് ഞാൻ. അതുകൊണ്ട് തനിക്ക് ബോധ്യമുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി, ബോധ്യമുള്ളവയെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി തിരുമേനി കാണിച്ച ഒരു അന്തസ്സുണ്ട്. അവിടെയാണ് ഈ ജീവിതം, നാം ഇപ്പോൾ ആടുന്ന വേഷങ്ങൾ, നാം ഇപ്പോൾ പേറുന്ന അടയാളങ്ങൾ, നമ്മുടെ ധാർഷ്ട്യങ്ങൾ, നമ്മുടെ കാർക്കശ്യങ്ങൾ, ഇവയൊക്കെ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ നിർബന്ധിക്കുന്നത്. ചേർത്ത് പിടിക്കുവാൻ ആളുണ്ടാകുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ചേർത്ത് നിർത്താൻ ആളുണ്ടാകുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. പലപ്പോഴും ഈ ലോകം ചേർത്ത് പിടിക്കലിൻ്റെതല്ല, അന്ധമായ തിരസ്കരണങ്ങളുടെയും വിമർശനത്തിൻ്റെയും കർത്തൃത്വമാണ് പലരിലും ഉള്ളത്. ഇവ രണ്ടും സഭാ ശുശ്രൂഷയ്ക്ക് അനിവാര്യമാണെന്ന് ചോദിച്ചാൽ അത് അനിവാര്യമാണ്. പക്ഷെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? അടച്ചിട്ട മുറികളിൽ സംഭവിക്കുന്നവയെ നിങ്ങൾ ഒരു നറേറ്റീവായി നിർമ്മിക്കുമ്പോൾ എന്താണ് നിങ്ങൾ അതിന് അടിസ്ഥാനമായി എടുത്തത്? നിങ്ങളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ അതെന്താണ്? അങ്ങനെ ലഭിച്ചൊരു ഇൻഫർമേഷൻ അടച്ചിട്ട മുറിയുടെ രഹസ്യാത്മകതയെ തകർത്തുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഇൻഫർമേഷൻ പുറത്തു പോയെങ്കിൽ അതൊരു ഇന്റഗ്രിറ്റി ഇല്ലായ്മയല്ലേ? ഇന്റഗ്രിറ്റി ഇല്ലാത്ത വർത്തമാനങ്ങളെ ആധാരശിലയായി ആരെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തുവോ? അങ്ങനെ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളുടെ അന്തസ് എന്താണ്? ഇന്റഗ്രിറ്റി എന്താണ്? ഇതൊക്കെ ചിന്തിക്കേണ്ട ഒരു കാലമാണ്. അപ്പൊ അവിടെ അന്തോണിയോസ് തിരുമേനിയുടെ ജീവിതം വളരെ പവിത്രമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു പച്ചയായ മനുഷ്യനായി നിലനിന്നുകൊണ്ട് അങ്ങനെ അവൻ ചെയ്യില്ല കുഞ്ഞെ എന്ന് പറഞ്ഞാൽ ആ ജീവിതത്തെ മാറ്റാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അതവൻ ചെയ്യില്ല കുഞ്ഞെ എന്ന് പറഞ്ഞാൽ പിന്നെ ആ ബോധ്യങ്ങളെ മാറ്റി എഴുതുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അതൊരു വല്ലാത്ത ചേർത്ത് പിടിക്കലിന്റെ അന്തസ്സ. ഇവിടെ നമുക്ക് നാം നോർമൽ എന്ന് ചിന്തിക്കുന്ന നമുക്ക് ഗോവേണിപ്പടികളെ വേണം. എന്തിനാ? ഉയരങ്ങൾ കീഴ്പ്പെടുത്താൻ. പക്ഷെ ഉയരത്തിലെത്തിയാൽ നമ്മൾ ആദ്യം കയറിപ്പോയ ഗോവേണി എടുത്ത് മേളി വെക്കുക. ഇതാണിപ്പോ നോർമൽ പ്രൊസീജിയർ. എല്ലാവർക്കും കയറിപ്പോകുവാൻ ഗോവേണിപ്പടികൾ വേണം. പക്ഷെ കയറി ചെന്നാൽ ആദ്യം ഗോവേണി എടുത്ത് മാറ്റുകയാണ് ഇവിടെ ചെയ്യുക. അതാണ് ഇന്നത്തെ നോർമൽ പ്രൊസീജിയർ, അടി മുതൽ മുടി വരെ. അത് പറയുന്നത് എനിക്ക് യാതൊരു സങ്കോചവും ഇല്ല. പക്ഷെ അന്തോണിയോസ് തിരുമേനി അങ്ങനെയായിരുന്നു ചോദിച്ചാൽ എനിക്ക് ആ പിതാവിനോട് ആത്മബന്ധമുള്ളതുകൊണ്ട് നിറച്ചാർത്തോട് പറയാൻ പറ്റും. അല്ല, അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെയേ ഉള്ളൊരു ജീവിതമായിരുന്നില്ല അത്. അതിനാണ് ഞാൻ ആ പേരിട്ട് കൊടുത്തത്, ചേർത്ത് പിടിക്കലിന്റെ ഒരു അന്തസ് ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മൂന്നാമതായി
ഒരു മുക്ത മാനസത്തിന്റെ കരുത്ത് ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എ ഡിസ്പാഷനേറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതെല്ലാവർക്കും ഒന്നും കഴിയില്ല, എല്ലാരെ കൊണ്ടും കഴിയില്ല, എന്നെ കൊണ്ടും കഴിയുമെന്ന് എനിക്ക് ചിന്തയില്ല. എ ഡിസ്പാഷനേറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇപ്പൊ അന്തോണീസ് തിരുമേനി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പറയും പാസ്പോർട്ട് ഇല്ലാത്ത തിരുമേനി. അല്ല, ഒരാൾക്ക് പാസ്പോർട്ട് ഉണ്ടാകുന്നതും ഒരാൾക്ക് പാസ്പോർട്ട് ഇല്ലാത്തതുമല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ അങ്ങനെ കാണുന്നില്ല. ഒരാഗോള സമൂഹമായി മാറിയ നമ്മുടെ വർത്തമാനകാല പരിസരത്തിൽ പാസ്പോർട്ടുകൾ അനിവാര്യമായ കാലമാണ്. സഭ തന്നെ 7-8 ഭദ്രാസനങ്ങളെ ഭാരതത്തിന് വെളിയിൽ രൂപപ്പെടുത്തിയ വർത്തമാനകാല പരിസരത്തിൽ പാസ്പോർട്ട് ഇല്ലാത്തത് എന്നതൊന്നും ഒരാളെ വേർതിരിക്കാനുള്ള മാനദണ്ഡമായൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ചിലതിനോട് ഡിസ്പാഷനേറ്റ് ആകുക, അതിനൊരു കരുത്ത് വേണം. പക്ഷെ പലരും പലതിനോടും പാഷനേറ്റ് ആകുകയാണ് ഇവിടെ. അതാണ് പ്രശ്നം. അധികാരത്തോടുള്ള പാഷനേറ്റ്. എവിടെങ്കിലും കയറിപ്പറ്റിയ പിന്നെ അവിടെ അങ്ങ് ഇരുന്നോണം, ഇറങ്ങാൻ പാടില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നുള്ള ചിന്ത ചവിട്ടി മെതിക്കപ്പെടും ആകുമായിരിക്കും. അല്ലേ തന്നെ അതൊക്കെ തന്നെയാണ്. പിന്നെ ഇറങ്ങിയുള്ള അവസ്ഥയും അതൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ചിലതിനോട് ഒരു മുക്തമാനസം, ചിലതിനോട് നോ പറയാൻ കഴിയുന്നത് ഒരാളുടെ ആത്മീയതയുടെ കരുത്തായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരാളുടെ ആത്മീയതയുടെ ബലമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഒരു പരാജിതന്റെ ജീവിതമായി ഞാൻ കാണുന്നില്ല. പലർക്കും അത് പരാജയമായി തോന്നും. ആധുനിക രാജകീയ തന്ത്രങ്ങൾക്ക്, അല്ലേ, നിയമസഭയിൽ 50 വർഷം തയ്ക്കുന്നതിലും അധികാര കസേരകളിൽ പതിറ്റാണ്ടുകൾ തിളയ്ക്കുന്നതിനും അതിന്റെ ജൂബിലി ആഘോഷിക്കുന്നതിലും ഒക്കെ താല്പര്യമുള്ളവരുണ്ടാവും, ഉണ്ടാവും, എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ചിലതിൽ നിന്ന് തിരികെ നടക്കുന്നതിന് ഒരു കരുത്തു വേണം എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ചിലതിനെ വേണ്ടാന്ന് വെക്കാനായി ഒരു കരുത്ത് വേണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ പിന്നെ അന്തോണീസ് തിരുമേനി ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു വലിയ ഗുരുസ്ഥാനീയനാണ്. തിരിഞ്ഞു നടക്കാൻ കൊല്ലം ഭദ്രാസനത്തെ അതിന്റെ ഏറ്റവും വലിയ ഉന്നതിയിൽ കൊണ്ടു നടക്കുമ്പോ അദ്ദേഹം ഈ ശുശ്രൂഷയിൽ നിന്ന് റിട്ടയർ ചെയ്തു. കുര്യാക്കോസ് അച്ഛൻ അങ്ങനെ ഉപദേശിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ, സാധ്യതയില്ല. പലരും തിരുമേനി ഉപദേശിച്ച് കാണില്ലേ? മണ്ടത്തരം. പിന്നെ ഒരുപാട് പേര് ഉപദേശിച്ച് കാണും. പക്ഷെ തിരുമേനി ഒരു മുക്തമാനസത്തിന്റെ ഉടമയായിരുന്നു. തിരുമേനിക്കാണ് നടക്കാൻ കഴിഞ്ഞിരുന്നു. കാലം അദ്ദേഹത്തെ മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചാൽ അതറിഞ്ഞുകൂടാ. എപ്പോഴേലും മനസ്സിലാക്കും എന്നുള്ളതിന് എനിക്ക് ഉറപ്പുണ്ട്. കാലം അദ്ദേഹത്തെ മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചാൽ എനിക്കത്ര വലിയ ഉറപ്പില്ല. പക്ഷെ എന്നെങ്കിലും കാലം മനസ്സിലാക്കും എന്നതിൽ എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ നല്ല മനുഷ്യരെ പാപം തിരുമേനി അത് വിളിക്കുന്ന നിർത്തണമെന്നാണ് എൻ്റെ ചിന്ത. നല്ല മനുഷ്യരുണ്ട്, അവരെ നമ്മൾ കേവലം പാവത്താന്മാരായി നിർവചിച്ച് ഇതൊക്കെ അവരുടെ കഴിവുകേടായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്, വിലയിരുത്തുന്നത്. എന്നിട്ട് അധികാരത്തിന് വേണ്ടി പകട കളിക്കുന്നവരും രാജസൂയ തന്ത്രങ്ങൾ മെനയുന്നവരും മിടുക്കന്മാരും. അല്ലാത്തവരൊക്കെ പാവം. ഇത് മാറണം, ഈ നിർവചനം മാറണം, ഈ കാഴ്ചപ്പാടുകൾ മാറണം. ഈ നിർവചനവും ഈ കാഴ്ചപ്പാടുകളും മാറുമ്പോഴാ മാർ അന്തോണിയോസ് തിരുമേനി ജീവിച്ച ജീവിതത്തിന്റെ വിശുദ്ധി, വർത്തമാനകാല ചരിത്രത്തിൽ മാർ അന്തോണിയോസ് ജീവിച്ച് പൂർത്തീകരിച്ച ജീവിതത്തിന്റെ വിശുദ്ധി, തീരുമാനത്തിന്റെ വിശുദ്ധി ഒക്കെ നമുക്ക് വെളിവാകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒന്നുകൂടെ പറഞ്ഞ് ഞാനത് അങ്ങ് അവസാനിപ്പിക്കാം. നാലാമതായി നിർഭയത്വത്തിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നു. കുഞ്ഞെ എന്നൊരു വിളിക്ക് ഒരു സൗന്ദര്യമുണ്ടല്ലേ, കുഞ്ഞെ എന്ന വിളിക്ക് ഒരു മൃദുലതയുണ്ടല്ലേ, കുഞ്ഞെ എന്ന വിളിക്കൊരു വാത്സല്യമുണ്ടല്ലേ, കുഞ്ഞെ എന്ന വിളിക്ക് ഒരു വല്ലാത്ത സൗന്ദര്യമുണ്ടല്ലേ. പക്ഷേ കുഞ്ഞെ എന്ന വിളിക്ക് ഒരു പ്രവാചകത്വവും ഉണ്ടായിരുന്നു. അത് അന്തോണീസ് തിരുമേനി അടുത്തെറിഞ്ഞാൽ മാത്രമേ അത് അറിയുകയുള്ളൂ.
അദ്ദേഹം പല നിർണായക സന്ദർഭങ്ങളിലും മലങ്കര സഭയെ പിടിച്ചു കുലുക്കിയ ആചാര്യനാണ്. തൻ്റെ വാക്കുകൾ കൊണ്ട് നിർണായകമായ ചില സമയങ്ങളിൽ മലങ്കര സഭയെ ഇരുത്തി ചിന്തിപ്പിച്ച പിതാവാണ്. അതറിയാവുന്നവർക്കൊക്കെ അറിയാം എന്താന്ന്, ബോധ്യമുള്ളവർക്കൊക്കെ അറിയാം അതെന്താന്ന്. അതുകൊണ്ട് ചില നിർഭയത്വത്തിന്റെ വാക്കുകൾ അത് മലങ്കര സഭയ്ക്ക് ശരിയായ ദിശാബോധം കൈവരിക്കപ്പെട്ട നിമിഷങ്ങളുണ്ട്. മലങ്കര സഭയെ പലപ്പോഴും തിരികെ പിടിച്ച നിമിഷങ്ങളുണ്ട്. മലങ്കര സഭയ്ക്ക് പുതിയ വഴിത്താരകൾ വെട്ടിത്തുറന്ന മുഹൂർത്തങ്ങളുണ്ട്. അങ്ങനെ നിരവധിയായ അനുഭവങ്ങളുണ്ട് ഈ അനുഗ്രഹീത ജീവിതത്തിൽ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇവിടെ ഒരു ചോദ്യമുണ്ട്. All people are like this. Why should I different? ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രശ്നം. എല്ലാവരും വച്ചാ ഇങ്ങനെയാ, പിന്നെ ഞാനെന്തിനാ വ്യത്യസ്തനാകുന്നു? എല്ലാവരും ചിന്തിക്കുന്നത് ഇങ്ങനെയാ, പിന്നെ ഞാനെന്തിനാ? പോപ്പ് ഷെനൂഡ മൂന്നാമന്റെ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്നു, ഭൂരിപക്ഷം അങ്ങനെയാണ് എന്നുള്ളത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. ഭൂരിപക്ഷം അങ്ങനെയാണ് എന്നുള്ളത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല, ആർക്കും ഒരു എക്സ്ക്യൂസ് അല്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ കടന്നു വന്ന 4 ചിത്രങ്ങൾ ഞാൻ കൊടുത്തു. ഒന്ന് അദ്ദേഹത്തിൻ്റെ അജപാലനത്തിൻ്റെ ആവാസ വ്യവസ്ഥ. ഒരു യഥാർത്ഥ മേൽപ്പട്ടക്കാരൻ മെത്രാപ്പൊലിത്ത ഏതുതരം അജപാലനമാണ് നിർവഹിക്കേണ്ടത് എന്ന് നിരന്തരം നമ്മെ ഓർമ്മിപ്പിച്ച ഒരു ജീവിതം. 2 ചേർത്ത് പിടിക്കലിന്റെ അന്തസ്. 3 ആ മുക്തമാനസത്തിന്റെ കരുത്ത്. 4 ആ നിർഭയത്വത്തിന്റെ വാക്കുകൾ. When sun appears, the star disappears. When sun appears, the star disappears. സൂര്യഗോളത്തിന്റെ തേജസ്സുള്ള ജീവിതങ്ങൾ ഉദിച്ചു നിൽക്കുമ്പോ താരപരിവേഷങ്ങൾ നിർമ്മിക്കുവാൻ, കൃത്രിമ നിർമ്മിതികൾ നിർമ്മിക്കുവാൻ, സെലിബ്രിറ്റി സംസ്കാരം രൂപപ്പെടുത്തുവാൻ, ഫാൻസിനെ നിർമ്മിക്കുവാൻ ഓടുവാൻ ആഗ്രഹിക്കുന്ന നക്ഷത്രങ്ങൾക്ക് ശോഭയില്ല. ശോഭയുള്ളത് സൂര്യ തേജസ്സിന് മാത്രമാണ്. ആ സൂര്യ തേജസ്സിന്റെ മുമ്പിൽ 1000 പ്രണാമങ്ങളോടെ ഇതിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട കുര്യാക്കോസ് അച്ഛനുള്ള നന്ദി സ്മരണകളോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും.